മുനീറെ, പിന്നെ ഓല് മയ്യത്ത് നിസ്കരിക്കാനെല്ലാം പള്ളിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ നിൽക്കരുത് കേട്ടോ. കാരണം മുമ്പ് ഇത് പിന്നെ വൈക്കലേരി മോഹിക്കാൻ മരിച്ച സമയത്ത് ഓലെല്ലാം കൂടി ഇവിടെ എൻ്റെ പുരയിൽ വന്നിരുന്നു. അപ്പം ഞാൻ അന്ന് ഓലോട് കൃത്യമായി പറഞ്ഞതാ, ചേപ്പേരി മൊയ്തീനും പ്രസിഡന്റും എല്ലാം ആയിട്ടുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കൃത്യമായി അവരോട് പറഞ്ഞത്, അങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ തടയാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. അത് ഖുർആൻ നെസ്സായി പറഞ്ഞതാ. ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീ ഇസ്മുഹു. ഈ ആയത്തോതിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, അള്ളാഹിൻ്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്. എന്നിട്ട് അന്ന് ആളെ സമ്മതിക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്തതാ. എന്നിട്ട് പിന്നെ ഓല് കുശുമ്പുണ്ടാക്കിയിട്ടാണ് ഒരു പേരിൻ്റെ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട്, നമ്മളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല, ജനറൽ ബോഡി കൂടിയിട്ട് ഓരോ തീരുമാനം എടുക്കുക എന്നൽമാൻ. ഇങ്ങനെ ചേപ്പേരി മൊയ്ത് എനിക്ക് പിന്നെ തോന്നുന്നതിനനുസരിച്ച് തീരുമാനം എടുക്കുന്ന എന്നല്ല അള്ളാഹിൻ്റെ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് തടയാൻ പറ്റൂല, ഒരാളെ വലിയ അവിടെ നിസ്കരിക്കുന്നത് തടയാൻ പറ്റൂല. അത് മാത്രമല്ല, ഇത് ദീനിയായ പ്രശ്നം. ഇനി അഥവാ ഇനി ഓരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ അവിടെ സമ്മതം കൊടുത്തോളി. എന്നിട്ട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ സമസ്തൻ്റെ ഒരു ഫത്വ വാങ്ങിക്കൊണ്ടുവരാൻ പറയുക. അതിപ്പോൾ മുജിഫിരി തങ്ങളായാലും ആലിക്കുട്ടി സ്ഥലം ആരാലും ഇല്ല, ഇങ്ങനെ നിസ്കരിക്കുന്നത് തടയുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു ഫത്വ വാങ്ങി വരി, എന്നാൽ നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ തടഞ്ഞോളാം എന്ന് പറയുക. ആ ഒറ്റ മറുപടി മാത്രം പറഞ്ഞാൽ മതി, വേറെ നിങ്ങളൊന്നും ആയത്തോതാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. പിന്നെ അത് പിന്നെ ആ ഒരു വലിയ പ്രശ്നമാവും. പിന്നെ അന്യ നാട്ടുകാർ പല ആളുകൾ ഇവിടെ വരുന്ന, അപ്പോൾ ഇവിടെ പള്ളി തൊട്ട പൊരേൻ്റെ മുറ്റത്തുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ പിന്നെ എന്തിന് കൊള്ളൂ? അപ്പോൾ അതുകൊണ്ട് വളരെ കർശനമായി ഈ കാര്യത്തിൽ നിലപാടെടുക്കണം. പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വേദന ഉളവാക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമായിരുന്നു. പുളിഞ്ഞാൽ മഹല്ല് എല്ലാ നാട്ടിലും ഉണ്ടാകുന്നത് പോലെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. 89 മുതൽ സമസ്ത ഭിന്നിച്ചിട്ടുണ്ടെങ്കിലും 20-25 വർഷക്കാലത്തോളം നല്ല സൗഹൃദത്തോടുകൂടി സംഘടനാ സങ്കുചിത്വങ്ങളൊന്നുമില്ലാതെ മഹല്ല് സംവിധാനം ഒരു ഏകമായ ഒരു സ്വഭാവത്തിൽ പോന്നിരുന്നുവെങ്കിലും അതിനിടയിൽ സംഘടനാ സങ്കുചിത്വങ്ങളും സംഘടനാ സംവിധാനങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി മഹല്ല് മെമ്പറുകളും മദ്രസകളും ഉപയോഗപ്പെടുത്തിയതോടുകൂടിയാണ് മഹലിൽ ഭിന്നിപ്പുകൾ തുടങ്ങിയത്. അങ്ങനെ ഭിന്നിപ്പ് തുടങ്ങി പല രൂപങ്ങളിൽ പല സമയങ്ങളിലായിട്ട് നമ്മളെ പ്രവർത്തകന്മാരെ പീഡിപ്പിക്കുകയും പല രൂപത്തിലും ബഹിഷ്കരിക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത നിരന്തര സാഹചര്യങ്ങളുണ്ടായി. ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസാനം 2019 ഒരു നിലക്കും നമുക്ക് മഹല്ലുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്നും അവിടുന്ന് മഹല്ല് മാറണം എന്ന രൂപത്തിലുള്ള നിരന്തരമായ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇരു വിഭാഗം സമസ്തയുടെയും ജില്ലാ നേതാക്കന്മാരെ ഇരുത്തി 2019 ഒരു കൃത്യമായ വ്യവസ്ഥ വെച്ച്, പല നാടുകളിലും 2 മഹല്ലും സംവിധാനങ്ങളൊക്കെ ആയിപ്പോയത് രക്തം ചിന്തിയും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടാണ്. അത്തരത്തിൽ ഒരു രൂപത്തിലുള്ള പ്രതിസന്ധി, ഒരു പ്രകോപനപരവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുതെന്ന് കരുതി പല വിഷയങ്ങളുണ്ടായപ്പോഴും നമ്മൾ സംയമനം പാലിച്ചു. അവസാനം നമ്മൾ പിരിയേണ്ട ഒരു ഗതികേട് വന്നപ്പോൾ ആ ഒരു സമയത്തും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകരുതെന്ന് കരുതി നമ്മുടെ 2 മഹല്ലിൻ്റെയും ആളുകൾ ഇരുന്ന്, സംഘടനയുടെയും ആളുകൾ ഇരുന്ന് ധാരണ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 വെള്ളമുണ്ട മദ്രസയിൽ വെച്ചുകൊണ്ട് ഒരു മഹല്ല് പിരിയുന്ന അനുരഞ്ജന ചർച്ച ഉണ്ടാക്കി അതിൻ്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നു. ആ വ്യവസ്ഥകൾ ക്ക് ശേഷം രണ്ട് മഹല്ല് സംവിധാനങ്ങളായി മുന്നോട്ട് പോവുകയും, എന്നാൽ സംഗതിവശാൽ ആ ഉടമ്പടിയിൽ പറയപ്പെട്ട പല കാര്യങ്ങളും ഇടക്ക് വഴിമാറി സഞ്ചരിക്കുന്ന സംഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രതിസന്ധി, ഒരു മരണം മാത്രമല്ല, 3-4 മരണങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർ, ഒരു കുടുംബത്തിൽ ഒരാളുടെ വിയോഗം എത്രമാത്രം ഒരാളുടെ മാനസികവും ശാരീരികവുമായ തകർച്ചയിലേക്ക് നയിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രഹരമേൽപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ മഹല്ല് കമ്മിറ്റിയിലെ ചില ആളുകൾ അത്തരം മയ്യത്തുകളെ മുൻനിർത്തി വിലപേശിയും നേരത്തെയുള്ള നമ്മുടെ ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ടും വിലപേശലുകൾ നടത്തിയത് ഉണ്ടായി. പെരുന്നാളിൻ്റെ തലേന്നും ഇതേ രൂപത്തിലുള്ള അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ഞങ്ങളുടെ വലിയ കാരണവരുടെ ഭാര്യ ഹലീമ ഹജ്ജുമ്മയാണ് അന്ന് മരണപ്പെട്ടത്. മരണപ്പെട്ട ഉടനെ തന്നെ നേരത്തെ ഉള്ള വ്യവസ്ഥ പ്രകാരം അന്ന് വെള്ളമുണ്ട മദ്രസയിൽ ഇരുന്ന വ്യവസ്ഥയിൽ എഴുതിയ
വ്യവസ്ഥക്ക് പുറമെ തലേ ദിവസം അന്നത്തെ കമ്മിറ്റി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ മഹല്ല് ജമാഅത്ത്, മഹല്ല് പള്ളി പിന്നെ മയ്യത്ത് പരിപാലനത്തിന്, മയ്യത്ത് നിസ്കരിക്കുന്നതിന് എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് എഴുതിയിരുന്നു. എന്നാൽ പിറ്റേന്ന് പ്രിന്റ് എടുത്ത് വന്നതിൽ അതില്ലാതിരുന്നപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത 3 വ്യക്തികളും ജില്ലയുടെ നേതൃത്വവും അന്ന് പറഞ്ഞത് അത് ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഉള്ള കാലത്തോളം ആ വിഷയങ്ങൾ മഹല്ലിൽ നിന്ന് നിസ്കരിക്കുന്ന, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന സംവിധാനം ഉണ്ടാക്കും എന്ന് വാക്കാൽ പറഞ്ഞപ്പോൾ അവരെ വിശ്വസിച്ചു. കാരണം പണ്ഡിതന്മാരും നമ്മുടെ മഹല്ല് നേതൃത്വവും സംഘടനാ നേതൃത്വവും ഒക്കെ ആയതുകൊണ്ട് അവർ പറഞ്ഞത് വിശ്വസ്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോരുകയും ചെയ്തു. പക്ഷേ നമ്മുടെ പ്രവർത്തകൻ വാഴയിൽ മോയിക്ക, അതുപോലെ തന്നെ മോയിക്കയുടെ ഉമ്മ വൈക്കിലേരി മോയിക്ക, നമ്മുടെ നെടുന്തൂണായി ഒരു പുരുഷായുസ് കാലം മുഴുവനും നിന്ന മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മഹല്ല് കമ്മിറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ ആ വീട്ടിലെ മക്കളെ 2 തട്ടിലാക്കി മരണ വീട്ടിൽ മറ്റൊരു പ്രകോപനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള, മക്കളെ 2 തട്ടിൽ നിർത്തുന്ന രൂപത്തിലുള്ള അനൈക്യമുണ്ടാക്കി ആ മയ്യത്തിനെ അനാദരിക്കുന്ന രൂപത്തിൽ ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞ വ്യവസ്ഥയിൽ എഴുതിയ മുൻകാലാടിസ്ഥാനത്തിലുള്ള കുടിശ്ശികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കരുത് എന്ന് പറഞ്ഞത് കുടിശ്ശിക അടക്കം വാങ്ങി പിന്നെ ആ മഹല്ല് പള്ളിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അതേപോലെ തന്നെ മറ്റൊരു ആൾ മരണപ്പെട്ട സമയത്ത് മയ്യത്ത് പിന്നെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫാത്തിഹയും അതുപോലെ തന്നെ യാസീൻ ഓതി ദുആ ചെയ്തതിന് ശേഷം വീണ്ടും മഹല്ല് പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ മഹല്ലിലെ ഖത്തീബ് ദുആ ചെയ്തുകൊണ്ട് പോകണം എന്ന് ശാഠ്യം പിടിച്ച് ആ മരണ വീട്ടിലും പ്രകോപനം ഉണ്ടാക്കി. അവസാനം ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത മൊയ്തു മാഷയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ മഹല്ല് പ്രസിഡന്റിനെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അത് കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. പള്ളിയുടെ മുറ്റത്തു തന്നെയുള്ള, അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ തന്നെയുള്ള വീട്ടിലെ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവർ പ്രത്യേകിച്ച് അവരെടുത്തു പറയേണ്ടത് അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഒരു സ്വത്ത്, താഴെപ്പള്ളി മൈതാനിയുടെ ഒരു ഭാഗം അവർ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഈ സ്വത്തുകളും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രവർത്തകന്മാർ പള്ളിക്ക് വേണ്ടിയും മദ്രസക്ക് വേണ്ടിയും കൊടുത്ത നിരവധി സ്വത്തും അതേപോലെ തന്നെ സാമ്പത്തികമായും ശാരീരികവുമായുള്ള അധ്വാനം ഉണ്ടായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും അവകാശം ഉന്നയിക്കാതെ ആകെ നമ്മൾ ആവശ്യപ്പെട്ടത് മഹല്ല് പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം മാത്രം നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെ പെരുന്നാളിൻ്റെ തലേ രാത്രി വെള്ളിയാഴ്ച രാവിൽ ഒരു വിശുദ്ധമായ മാസം പൂർത്തിയായ ഒരു ദിവസത്തിൽ ഒരു മയ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് പള്ളി പൂട്ടുകയും അതുപോലെ തന്നെ പള്ളിയുടെ ഗേറ്റ് പൂട്ടുകയും പള്ളിയിൽ കയറാൻ കഴിയാത്ത രൂപത്തിൽ പള്ളി വിരോധിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ പള്ളി തടയുകയും ചെയ്ത ഒരു സ്വഭാവം ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഒരു വീട്ടിൽ മരണമുണ്ടാകുക എന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതോടൊപ്പം ഇത്രമാത്രം വലിയൊരു ക്രൂരത ഏതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ട പള്ളി മുസ്ലിമീങ്ങൾക്ക് അടക്കപ്പെടുന്നു. അതേ സമയത്ത് വഹാബികളായ ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാനും അവരുടെ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനും ഒന്നും ഇത്തരം ആളുകൾക്കൊരു പ്രശ്നവുമില്ല. സുന്നത്ത് ജമാഅത്ത് അടിയുറച്ചു ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കാനും നടത്താനുമുള്ള ഒരു പൊതു സംരംഭമായിട്ട് പള്ളികൾ മാറേണ്ടതുണ്ട്. ആ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ വിശുദ്ധ റമദാനിൽ ഞങ്ങൾ അനുഭവപ്പെട്ടത്.